1951 സ്വാതന്ത്ര്യം നേടിയിട്ട് 4 വർഷം മാത്രം ഇന്ത്യയുടെ ഹൃദയത്തിൽ അപ്പോഴും വിഭജനത്തിൻ്റെ മുറിവുകൾ ചോര വാർക്കുകയായിരുന്നു. പക്ഷേ ഇന്ത്യയെ മുന്നിൽ നിന്നും നയിച്ച നേതാക്കന്മാർ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഒരു പ്രക്രിയയ്ക്ക് രൂപം കൊടുക്കുകയായിരുന്നു. ഇന്ത്യയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് വെറുമൊരു രാഷ്ട്രീയ പ്രക്രിയ മാത്രമായിരുന്നില്ല. ഇവിടുത്തെ സാധാരണ മനുഷ്യനിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു മഹത്തായ പരീക്ഷണമായിരുന്നു. അവൻ്റെ സാധാരണ ബുദ്ധിയിലും തീരുമാനമെടുക്കാനുള്ള കഴിവിലുമുള്ള വിശ്വാസമായിരുന്നു അത്. അന്ന് ഇന്ത്യയിലെ ഏകദേശം 85% പേർക്കും വായിക്കാനോ എഴുതാനോ അറിയില്ല. ദാരിദ്ര്യം കൊടികുത്തി വാണിരുന്ന ദരിദ്ര നാരായണന്മാരുടെ ഇന്ത്യയായിരുന്നു അത്. പക്ഷേ ഇന്ത്യ അന്ന് ലോകത്തിൽ ആരും പരീക്ഷിക്കാത്ത ഒരു പരീക്ഷണത്തിന് തയ്യാറായി. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. പാശ്ചാത്യ പത്രങ്ങൾ ഇന്ത്യയെ പരിഹസിച്ചു. പക്ഷേ ഇന്ത്യയിലെ നേതാക്കന്മാർക്ക് ഉറച്ച ശബ്ദമായിരുന്നു. ഇന്ത്യയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ സംഭവം മാത്രമല്ല, ഒരു സംസ്കാരത്തിൻ്റെ പരീക്ഷണം കൂടിയായിരുന്നു. വായിക്കാനും എഴുതാനും അറിയാത്തവർ വോട്ട് ചെയ്യാൻ പഠിച്ച ഒരു സാംസ്കാരിക മാറ്റം കൂടിയായിരുന്നു അത്. നേതാക്കന്മാർ കാളവണ്ടികളിൽ പ്രചാരണത്തിനിറങ്ങി. സ്ത്രീകൾ മൈലുകൾ താണ്ടി വോട്ട് ചെയ്യാൻ വോട്ടിംഗ് ബൂത്തിലെത്തി. എന്തൊക്കെയായിരുന്നു ഇന്ത്യയുടെ ആദ്യ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതകൾ? അൺടോൾഡ് ഹിസ്റ്ററി മലയാളം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇന്ത്യയുടെ ആദ്യ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ദാരിദ്ര്യം വിഴുങ്ങിയ രാജ്യത്ത് വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങളും വൈദ്യുതി ഇല്ലാത്ത ഗ്രാമങ്ങളും നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലം. ഏകദേശം 17 കോടിയോളം വരുന്ന വോട്ടർമാരാണ് അന്ന് സമ്മതിദാനാവകാശം നിർവഹിച്ചത്. അന്നത്തെ ജനസംഖ്യയുടെ ഏകദേശം നേർപകുതി. എന്നിരുന്നാലും അതൊരു സ്വപ്നത്തിൻ്റെ തുടർച്ചയായിരുന്നു. രാജ്യത്തെ എല്ലാ ജനങ്ങളും രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കണമെന്ന സ്വപ്നം. സ്ത്രീകൾക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായിരുന്നെങ്കിലും അവരുടെ പേരിന് മുമ്പിൽ വൈഫ് ഓഫ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് പേരില്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അസാധ്യമെന്ന് കരുതിയ ഈ പരീക്ഷണത്തിന് മുൻകൈയെടുത്തത് സുകുമാർ സെൻ എന്ന അന്നത്തെ ചീഫ് ഇലക്ഷൻ ഓഫീസറായിരുന്നു. അന്നത്തെ ചീഫ് ഇലക്ഷൻ ഓഫീസറായിരുന്ന സുകുമാർ സെന്നിൻ്റെ നേതൃത്വത്തിൽ അധ്യാപകർ, സന്നദ്ധ പ്രവർത്തകർ, രാഷ്ട്രീയക്കാർ എന്നിവരെല്ലാം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കൽ തന്നെയായിരുന്നു ആദ്യത്തെ കടമ്പ. 3 മാസത്തിലേറെ നീണ്ട ഒരു പ്രയത്നത്തിന് ശേഷമാണ് ഇന്ത്യയുടെ ആദ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ സുകുമാർ സെന്നിനു മുന്നിൽ നിരവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. മുൻകാല അനുഭവങ്ങളോ മാതൃകകളോ ഇല്ലാതെയാണ് ആ തെരഞ്ഞെടുപ്പിന് ഇന്ത്യ തയ്യാറെടുത്തത്. അക്ഷരാഭ്യാസമില്ലാത്ത ജനങ്ങൾക്ക് എങ്ങനെ വോട്ട് ചെയ്യാനാവും എന്നതായിരുന്നു ആദ്യത്തെ പ്രശ്നം. എഴുതാനോ വായിക്കാനോ അറിയാത്തവർക്ക് മുന്നിൽ ബാലറ്റ് പേപ്പറുകൾക്ക് എന്തു കാര്യം? ഈ ചോദ്യത്തിന് ഉത്തരമെന്നോണമാണ് ഇന്ന് നമ്മൾ കാണുന്ന ചിഹ്നങ്ങൾ ഉണ്ടായത്. നുകത്തിൽ കെട്ടിയ കാള, അരിവാളും നെൽക്കതിരും, ദീപം, മരം എന്നിവയായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ചിഹ്നങ്ങൾ. 22 ലക്ഷം സ്റ്റീൽ ബോക്സുകളും 4.5 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളും അന്നൊരുക്കി. 22 ലക്ഷം സ്റ്റീൽ ബാലറ്റ് ബോക്സുകൾ ഒരുക്കാൻ കുറച്ചധികം സമയമെടുത്തിരുന്നു. അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ പരീക്ഷണം നിശബ്ദമായി തുടങ്ങി. ആദ്യ തിരഞ്ഞെടുപ്പ് പരിപൂർണമായും ഒരാശയ പോരാട്ടം തന്നെയായിരുന്നു. സ്വന്തം ആദർശങ്ങളിൽ വെള്ളം ചേർക്കാത്ത നേതാക്കന്മാർ നയിച്ച ഒരാശയ പോരാട്ടം. സ്വാഭാവികമായും സ്വാതന്ത്ര്യ സമരം നൽകിയ പ്രതിച്ഛായ നെഹ്റുവിനെയും കോൺഗ്രസിനെയും തെരഞ്ഞെടുപ്പിൻ്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റി. നെഹ്റു മത്സരിച്ച ഫുൽപൂർ മണ്ഡലം ദേശീയ ശ്രദ്ധയാകർഷിച്ചു. മതപരിഷ്കർത്താവായ പ്രഭുദത്ത ബ്രഹ്മചാരിയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യ എതിരാളി. സ്വാഭാവികമായും നെഹ്റു വൻ ഭൂരിപക്ഷത്തിന് തന്നെ വിജയിച്ചു. പക്ഷേ ഇന്ത്യ കണ്ട അപ്രതീക്ഷിതമായ അട്ടിമറികളിലൊന്ന് ആ ഇലക്ഷനിൽ സംഭവിച്ചിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ റിസൾട്ട് തന്നെയായിരുന്നു ആ തിരഞ്ഞെടുപ്പിന്റെ ഹൈലൈറ്റ്. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയും ആദ്യ നിയമമന്ത്രിയുമായ ഡോക്ടർ അംബേദ്കർ ബോംബെ നോർത്ത് സെൻറ്ററിൽ മത്സരിച്ചു. അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യനായ NS കജോൾക്കർ ആയിരുന്നു മുഖ്യ എതിരാളി. ആ ശിഷ്യനോട് അംബേദ്കറിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അംബേദ്കറിൻ്റെ ആ തോൽവി തന്നെയായിരുന്നു ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി. അതോടെ അദ്ദേഹം നിയമമന്ത്രിസ്ഥാനം രാജിവെച്ചു.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും ഭാരതീയ ജനസംഘവുമായിരുന്നു കോൺഗ്രസിന്റെ മുഖ്യ എതിരാളികൾ. പ്രഗത്ഭരുടെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു എല്ലാ പാർട്ടികളിലും ഉണ്ടായിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ ശക്തമായ വേരുകൾ ഉണ്ടായിരുന്നു. EMS നമ്പൂതിരിപ്പാട്, PC ജോഷി, SA ഡാംഗെ എന്നിവരായിരുന്നു മുഖ്യ നേതാക്കന്മാർ. ആ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം CPIക്കായിരുന്നു. രണ്ട് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളായിരുന്നു മറ്റൊരു പ്രത്യേകത. സോഷ്യലിസ്റ്റ് പാർട്ടിയും കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയും രണ്ട് ഗ്രൂപ്പുകളായി നിന്നുകൊണ്ടാണ് ആ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സോഷ്യലിസ്റ്റ് പാർട്ടി 12 സീറ്റിലും KMPP 9 സീറ്റിലും വിജയിച്ചെങ്കിലും 16 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയ CPI തന്നെയായിരുന്നു രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ആചാര്യ നരേന്ദ്രദേവ്, JP കൃപലാനി, ജയപ്രകാശ് നാരായൺ എന്നിവരടങ്ങിയ സോഷ്യലിസ്റ്റ് ചേരി അന്ന് ഇന്ത്യയിൽ അതിശക്തമായ പാർട്ടിയായിരുന്നു. കോൺഗ്രസിന് 364ഉം CPIക്ക് 16ഉം SPക്ക് 12ഉം KMPPക്ക് 9 സീറ്റും കിട്ടിയ ആ തെരഞ്ഞെടുപ്പിൽ ജനസംഘത്തിനും 3 സീറ്റ് കിട്ടിയിരുന്നു. ശ്യാമപ്രസാദ് മുഖർജിയായിരുന്നു ജനസംഘത്തിലെ ഉന്നതനായ നേതാവ്. കൂടാതെ നിരവധി സ്വതന്ത്രരും അന്ന് ജയിച്ചിരുന്നു. 1951 ഒക്ടോബറിൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് 1952 ഫെബ്രുവരിയിലാണ് അവസാനിച്ചത്. ഈ മഹത്തായ തിരഞ്ഞെടുപ്പിന്റെ അവസാനം ലോകം ഒരു പുതിയ സത്യം അംഗീകരിച്ചു. ജനാധിപത്യം പുസ്തകത്തിൽ മാത്രമല്ല, നിരക്ഷരരായ ജനങ്ങളുടെ കൈകളിലേക്ക് ഇന്ത്യ ജനാധിപത്യം കൊണ്ടുവന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന് നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും ആദ്യത്തെ ആളുകൾ അതിനുവേണ്ടി ശ്രമിച്ച ശ്രമങ്ങളെ നമ്മൾ നിസ്സാരമായി കണ്ടുകൂടാ. അത് ആധുനിക ഇന്ത്യ സൃഷ്ടിക്കാനുള്ള മഹത്തായ ശ്രമങ്ങളിൽ ഒന്നായിരുന്നു.